ഹായ് നമസ്കാരം. എല്ലാവർക്കും കേസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബാക്ടീരിയ പകർത്തുന്ന രോഗങ്ങളും രോഗകാരികളെ കുറിച്ചുമാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് എന്ന് നോക്കാം. എന്താണ് നമ്മൾ സൂക്ഷ്മജീവികൾ എന്ന് പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് വ്യക്തികളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഒന്ന് ലൂയിസ് പാസ്ചറിനെ കുറിച്ചും രണ്ടാമത്തത് റോബർട്ട് കോച്ചിനെ കുറിച്ചും. പിന്നീട് ഏതൊക്കെ മാർഗങ്ങൾ വഴിയാണ്, ഏതൊക്കെ രീതിയിലൂടെയാണ് ഈ രോഗങ്ങൾ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നതെന്നും ആ പകരുന്ന രീതികൾ വെച്ചിട്ട് രോഗങ്ങളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയും അല്ലെങ്കിൽ തരംതിരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് നമ്മൾ രണ്ട് രോഗങ്ങളെ കുറിച്ചാണ്, ബാക്ടീരിയ പകർത്തുന്ന രണ്ട് രോഗങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ഒന്ന് എലിപ്പനി, രണ്ടാമത്തത് ഡിഫ്തീരിയ. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന മൂന്നാമത്തെ രോഗം, അതായത് ബാക്ടീരിയ പകർത്തുന്ന മൂന്നാമത്തെ രോഗമാണ് ക്ഷയരോഗം അല്ലെങ്കിൽ ട്യൂബർകുലോസിസ്. ഈ മൂന്ന് രോഗങ്ങളാണ് നമ്മുടെ SCERTയിലെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള രോഗങ്ങൾ. അതുകൊണ്ട് ക്ഷയരോഗത്തെ കുറിച്ചും നമ്മൾ മുന്നത്തെ ക്ലാസ്സിനെ പോലെ തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ക്ഷയരോഗത്തിന് വേറൊരു പേരാണ് ട്യൂബർകുലോസിസ്. ഇത് ശരിക്കും ഉണ്ടാക്കുന്നത് ആരാണെന്ന് വെച്ചാൽ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ക്ഷയരോഗം ഉണ്ടാക്കുന്നത്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്നുള്ള പേര് നമുക്ക് എങ്ങനെ ഓർമ്മിക്കാൻ പറ്റുക? ക്ഷയം ട്യൂബർകുലോസിസ് ആണെന്ന് നമുക്കറിയാം. ക്ഷയം അല്ലെങ്കിൽ TB എന്ന് പറഞ്ഞാൽ ട്യൂബർകുലോസിസ് എന്ന പേര് നമുക്ക് വളരെയധികം ഫെമിലിയർ ആയ പേരാണ്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷനിൽ ട്യൂബർകുലോസിസ് എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ ക്ഷയരോഗത്തിന്റെ ആണെന്ന് ഓർക്കാം. അതേപോലെ തന്നെ ഇതിൽ ബാക്ടീരിയം എന്നുള്ള വേർഡും കൂടിയുണ്ട്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്നുള്ളത്. അതുകൊണ്ട് ഈ ബാക്ടീരിയം എന്നുള്ള വേർഡ് ഉള്ളത് കൊണ്ട് നമുക്ക് ഓർക്കാം ഇത് ബാക്ടീരിയ പടർത്തുന്ന ഒരു രോഗമാണ്. അപ്പൊ രോഗകാരി ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഇനി ഇതിന്റെ മുഖ്യ ലക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ? ശരിക്കും സ്ഥിരമായിട്ടുള്ള ഒരു ചുമ ഉണ്ടാവുന്നതാണ് പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷണം. അതായത് നിർത്താതെയുള്ള ചുമ. നമ്മുടെ ചെറുപ്പകാലത്തിലൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്നറിയില്ല. എനിക്കൊക്കെ ഉണ്ടായ ചില അനുഭവങ്ങളാണ്. അതായത് നമ്മുടെ ഫ്രണ്ട്സുകളോ അല്ലെങ്കിൽ നമുക്കോ തുടർച്ചയായി ചുമയുണ്ടാകുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരികളൊക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ കൂട്ടുകാർ ചോദിക്കാറുണ്ട്, നിനക്ക് എന്താ TB പിടിച്ചോ, ക്ഷയാണോ എന്നുള്ള രീതിയിൽ. അപ്പൊ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാം, അത് അങ്ങനെ ചോദിക്കുന്ന പ്രകാരം നമുക്ക് ഓർക്കാം എന്താണ്, സ്ഥിരമായിട്ടുള്ള ചുമയുള്ള ഒരു ലക്ഷണമുണ്ടെങ്കിൽ അതൊരു ക്ഷയരോഗത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ തുടർച്ചയായി ചുമക്കുന്നു എന്ന് വെച്ചിട്ട് അത് ക്ഷയരോഗമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. സ്ഥിരമായിട്ട് ചുമ എന്ന് പറയുന്നത് ക്ഷയരോഗത്തിന്റെ ഒരു ലക്ഷണമാണ്. ഇതേപോലെ തന്നെ ക്ഷീണം അനുഭവപ്പെടാം, ശരീരത്തിന് ഭാരക്കുറവും അനുഭവപ്പെടാം. ഇതാണ് ക്ഷയരോഗത്തിന്റെ മുഖ്യ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞ് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇത് പഠിച്ചാൽ മതിയാവും. എന്താ വെച്ചാൽ 10th ലെവൽ എക്സാം ആയതുകൊണ്ട് മിക്കവാറും SCERT ബേസ്ഡ് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിരിക്കും ക്വസ്റ്റ്യൻസ്, അതിന്റെ ഓപ്ഷൻസും തരിക. അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങള് ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം, പിന്നെ സ്ഥിരമായ ചുമ. നമ്മൾ പഠിച്ചു ഇതിന്റെ രോഗകാരി ആരാണെന്നും ഇതുമൂലമുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്താണെന്നും. ഇനി അറിയേണ്ടത് ഇതെങ്ങനെയാണ് ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് പകരുന്നത് എന്ന്. അതായത് ഈ രോഗമുള്ള വ്യക്തിയിൽ നിന്ന് രോഗമില്ലാത്ത വ്യക്തിയിലേക്ക് എങ്ങനെയാണ് പകരുന്നത്. സ്ഥിരമായ ചുമ എന്ന് പറയുന്നത് ഒരു ലക്ഷണമായിട്ട് നമ്മൾ പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും എങ്ങനെയായിരിക്കും പകരുക? അതായത് രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അതും അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ നമ്മുടെ ഉമിനീരിൽ വഴി രോഗാണുക്കൾ വായുവിലേക്കും അത് മറ്റുള്ളവരിലേക്കും വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് രോഗം പകരുന്നത്? ചുമയ്ക്കുന്ന ഒരു രോഗി, അതായത് TB അല്ലെങ്കിൽ ക്ഷയമുള്ള ഒരു രോഗി, ആ രോഗി ചുമയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തുമ്മുന്ന സമയത്ത് അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് രോഗാണുക്കൾ വായുവിലേക്കും അവിടെ നിന്ന് മറ്റുള്ളവരുടെ ശരീരത്തിലേക്കും വ്യാപിക്കുകയാണ് ചെയ്യാറ്. ഇങ്ങനെ വ്യാപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ് ഇത് എഫക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ബാധിക്കുക എന്ന് നോക്കാം. അതായത് നമ്മുടെ ശ്വാസകോശത്തെയാണ് മുഖ്യമായും ക്ഷയരോഗം ബാധിക്കുക. ക്ഷയരോഗം മുഖ്യമായും ബാധിക്കുന്നത് നമ്മുടെ ഏത് ശരീരഭാഗത്തെയാണ്? ശ്വാസകോശത്തെയാണ്. ഇവ കൂടാതെ തന്നെ നമ്മുടെ വൃക്ക, അസ്ഥികൾ, അസ്ഥിസന്ധികൾ, തലച്ചോറ് ഇവയൊക്കെ തന്നെ രോഗം ബാധിക്കാറുണ്ട്. രോഗം മൂർച്ഛിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ നമ്മുടെ വൃക്ക, അസ്ഥികൾ, അസ്ഥിസന്ധികൾ, തലച്ചോറ് എന്നീ ഭാഗങ്ങളിലേക്കും കൂടെ വ്യാപിക്കാറുണ്ട്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ ഇപ്പം ക്ഷയത്തിനെ കുറിച്ച് പഠിച്ചത്? എന്താണ് രോഗകാരി? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്.
ക്ഷയം TB ട്യൂബർകുലോസിസ്. അപ്പം മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ബാക്ടീരിയ. അപ്പൊ ക്ഷയം ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നത്, അത് ഓർക്കുക. പിന്നെയുള്ള ഇതിന്റെ ലക്ഷണങ്ങള് ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടും, ക്ഷീണം ഉണ്ടാവും, പിന്നെ സ്ഥിരമായി ചുമയുണ്ടാവും. അപ്പൊ ഈ ചുമ മൂലമാണ് രോഗങ്ങള്, ചുമക്കുക, തുമ്മുക, സംസാരിക്കുക, ഇതൊക്കെ മൂലമാണ് രോഗമുള്ള വ്യക്തിയിൽ നിന്ന് രോഗമില്ലാത്ത വ്യക്തിയിലേക്ക് പടരുന്നത്. ഇത് നമ്മുടെ ഏത് ഭാഗത്തെയാണ്? വായുവിലേക്ക് രോഗാണുക്കൾ പകരുകയും അത് നമ്മുടെ രോഗമില്ലാത്ത വ്യക്തിയിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നതോടെ ആ രോഗമില്ലാത്ത വ്യക്തിയുടെ ശ്വാസകോശത്തെയാണ് അത് ബാധിക്കുക. ശ്വാസകോശമാണ് പ്രധാനമായിട്ടും ക്ഷയരോഗം ബാധിക്കുന്ന അവയവം അല്ലെങ്കിൽ ശരീരഭാവം. പിന്നീട് അത് വൃക്ക, അസ്ഥികൾ, അസ്ഥിസന്ധികൾ, തലച്ചോറ് എന്നീ ഭാഗങ്ങളെയും കൂടെ ബാധിക്കും. എന്താണ് ഈ ക്ഷയരോഗം സംഭവിച്ചാൽ നമ്മൾ ചെയ്യേണ്ട ചികിത്സ? എന്താണ്? ആന്റിബയോട്ടിക്സുകളാണ് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുക. അതിൽ ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡ് ഉണ്ട്, ഡോട്ട്സ്. അതായത് നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞപ്പം റിപ്പീറ്റായിട്ട് ചോദിച്ചു 3-4 പ്രാവശ്യം റിപ്പീറ്റായിട്ട് കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഡോട്ട്സ്. ഡോട്ട്സ് എന്നത് ഏത് രോഗത്തിന്റെ ചികിത്സാ സംവിധാനമാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഡോട്ട്സിന് നിങ്ങൾ ഓർത്തു വെക്കുക. ഡോട്ട്സിന് ഫുൾ ഫോം അറിഞ്ഞു വെക്കാൻ വേണ്ടി, അറിവിലേക്കായിട്ട് നിങ്ങൾക്ക് വെക്കാം, ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് എന്നാണ് ഡോട്ട്സിന്റെ ഫുൾ ഫോം. അപ്പൊ എന്താണ് ഈ രോഗത്തിന് ഡോട്ട് ഇടുക? ഡോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെന്റൻസ് ഒക്കെ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? കുത്തിടുന്ന, സ്റ്റോപ്പ് ഇടുന്ന പോലെ. അതൊരു ഡോട്ടാണല്ലോ. അപ്പം ഒരു ഡോട്ട്സ് ഇട്ടിട്ടാണ് നമ്മൾ സെന്റൻസുകളൊക്കെ അവസാനിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഈ ക്ഷയരോഗം അല്ലെങ്കിൽ ട്യൂബർകുലോസിസ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഡോട്ട്സ് എന്ന ചികിത്സാ സംവിധാനത്തിലൂടെയാണ്. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാക്സിൻസ് അവൈലബിൾ ഉണ്ട്. ഈ ക്ഷയരോഗം തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനെയാണ് BCG എന്ന് പറയുന്നത്. ഏതാണ്? BCG എന്നതാണ് ക്ഷയരോഗത്തെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1880 കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ നാടിനെ തന്നെ വളരെയധികം ബാധിച്ച ഒരു രോഗമാണ്, അതായത് വളരെയധികം ആശങ്കപ്പെടുത്തിയ ഒരു രോഗമാണ് ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞത്. നമ്മുടെ ഇടയിൽ ഒരു 7-ൽ ഒരാൾക്കെങ്കിലും ട്യൂബർകുലോസിസ് വരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവർക്ക് രോഗകാരിയെ കുറിച്ച് യാതൊരു അറിവും ഇല്ല. ഇന്ന് നമുക്ക് കാണുന്ന ഈ സംവിധാനങ്ങൾ, ചികിത്സാ രംഗത്തുള്ള ഈ പുരോഗമനം അന്ന് തീരെയില്ല. അപ്പൊ നമുക്ക് എന്താണ് രോഗകാരി എന്നറിയില്ല, എങ്ങനെയാണ് പകരുന്നത് എന്നറിയില്ല. അങ്ങനെ വളരെയധികം വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ മുന്നേ പരിചയപ്പെട്ട, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ട ഒരു വ്യക്തി, റോബർട്ട് കോച്ച്. അദ്ദേഹമാണ് ബാക്ടീരിയോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത്. അദ്ദേഹമാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസിനെ കണ്ടുപിടിക്കുന്നത്. ഇന്ന് ബാക്ടീരിയ, ഈ മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ ഇത് കോസ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കുന്നത്. ഇത് അദ്ദേഹം കണ്ടുപിടിച്ചത് എപ്പോഴാണെന്ന് വെച്ചാല് മാർച്ച് 24, 1882 റോബർട്ട് കോച്ച് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ മൂലമാണ് TB ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. ആ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്, മാർച്ച് 24, 1882. അതുകൊണ്ട് തന്നെ ഈ മാർച്ച് 24 നമ്മൾ വേൾഡ് ട്യൂബർകുലോസിസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അതൊരു ചോദ്യമായിട്ട് ചോദിക്കാം, വേൾഡ് ട്യൂബർകുലോസിസ് ഡേ എപ്പോഴാണെന്ന്? മാർച്ച് 24. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ക്ഷയരോഗത്തിനെ കുറിച്ച് പഠിച്ചത്? ക്ഷയം എങ്ങനെയാണ് പടരുന്നത് എന്ന് പഠിച്ചു, ഏത് രോഗകാരി മൂലമാണ് ഉണ്ടാകുന്നത് എന്ന് പഠിച്ചു, ഈ രോഗകാരി നമ്മുടെ ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളെയാണ് എഫക്ട് ചെയ്യാന്ന് പഠിച്ചു, നമുക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു, ഇങ്ങനെ രോഗം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചികിത്സയാണ് ലഭിക്കേണ്ടതെന്ന് പഠിച്ചു, ഇതിനി വരാതിരിക്കാൻ വേണ്ടി എന്ത് പ്രതിരോധമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടതെന്ന് പഠിച്ചു. അങ്ങനെ നമ്മൾ 6 കാര്യങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. അതിൽ ഡോട്ട്സ് എന്നുള്ള കാര്യം നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യമാണ്, പല തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്. അതേപോലെ തന്നെ 24 മാർച്ച് 24 വേൾഡ് ട്യൂബർകുലോസിസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്നും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ മെയിൻ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ SCERT-യിൽ മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന 3 രോഗങ്ങളാണ് എലിപ്പനി, ഡിഫ്തീരിയ, ക്ഷയം. ഇത് 3 നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. അതായത് 10th ലെവൽ എക്സാം ആയതുകൊണ്ട് 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്നായിരിക്കും മിനിമം ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് പൂർണ്ണമായും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഭാഗങ്ങളാണ്. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ബാക്കി കുറച്ച് രോഗങ്ങളെ കുറിച്ച്, അതായത് നമുക്ക് കേട്ട് പരിചയമുള്ള കുറച്ച് ബാക്ടീരിയ രോഗങ്ങളെ കുറിച്ചും കൂടെ ഞാൻ പറയുന്നുണ്ട്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ലെങ്കിലും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമായിട്ടൊന്ന് കവർ ചെയ്യുന്നുണ്ട്.
അപ്പൊ അടുത്ത രോഗം എന്ന് പറയുന്നത് കോളറയാണ്. കോളറ നമുക്ക് വളരെയധികം ഫെമിലിയർ ആയ വേർഡാണ് കോളറ. ഇത് ആരാ ഉണ്ടാക്കുന്നത്? വിബ്രിയോ കോളറെ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് കോളറ ഉണ്ടാക്കുന്നത്. വിബ്രിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ ഷേപ്ഡ് എന്നാണ്. കോമ, നിങ്ങൾക്ക് അവിടെ വിബ്രിയോ കോളറയുടെ ഫോട്ടോ കാണാം. അതിന്റെ ഷേപ്പ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കോമ ഷേപ്ഡ് ആണ്. അപ്പൊ വിബ്രിയോ കോളറ ആണ് നമ്മുടെ കോളറ പടർത്തുന്നത്. എന്താണ് കോളറ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക? നമുക്കറിയാം, ഡയറിയ, അതായത് വയറിളക്കം ഉണ്ടാവും, വൊമിറ്റിംഗ് ഉണ്ടാവും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് കോളറ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. ഇത് മെയിനായിട്ട് എങ്ങനെയാണ് പടരുന്നത്? നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഏത് മാർഗം വഴിയാണ് കോളറ പടരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഫുഡിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ. വിബ്രിയോ കോളറ അടങ്ങിയിട്ടുള്ള ഫുഡിലൂടെയും വെള്ളത്തിലൂടെയും, അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡിലൂടെയും വെള്ളത്തിലൂടെയാണ് എന്ത് കോളറ പടരുന്നത്. ഇപ്പൊ വിബ്രിയോ കോളറ ആണെന്ന് ഓർക്കുക. ഇതിന്റെ ഫീച്ചേഴ്സ്, പിന്നെ അതായത് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നുള്ളത് ഒന്ന് ഓർക്കുക. എന്താ? ഡയറിയ, വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാവും. ഇതെങ്ങനെയാ പകരുന്നത് വെച്ചാൽ മോശമായ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയൊക്കെയാണ് കോളറ പടരുന്നത് ഓർക്കാം. പിന്നെ ഉള്ളതാണ് ടൈഫോയിഡ്. ഈ ടൈഫോയിഡ് ഉണ്ടാക്കുന്നത് സാൽമോണെല്ല ടൈഫി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ്. എന്താണ്? സാൽമോണെല്ല ടൈഫി. നിങ്ങൾക്ക് ഈ രോഗകാരിയും രോഗങ്ങളും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താ വെച്ചാല് ഈ രോഗത്തിന്റെ ഒരു രോഗവുമായിട്ട് സാമ്യമുള്ള ഒരു വേർഡ് തന്നെയായിരിക്കും രോഗകാരിക്ക് ഉണ്ടാവുക. അത് കോളറേന്റെ വിബ്രിയോ കോളറ എന്ന് പഠിച്ചു, അതേപോലെ തന്നെ ടൈഫോയിഡിൻ്റെത് സാൽമോണെല്ല ടൈഫി. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. ഇതും നമ്മൾ കോളറ പോലെ തന്നെ എന്താ പറഞ്ഞ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും വാട്ടറിലൂടെയൊക്കെയാണ് ടൈഫോയിഡ് പടരുന്നത്. ഇതിൽ നമുക്കൊരു വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഓർത്തേക്കണം. അപ്പൊ ടൈഫോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വൈഡൽ ടെസ്റ്റ്. വൈഡൽ ടെസ്റ്റ് ആണ് ടൈഫോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെസ്റ്റ് എന്നും കൂടെ ഒന്ന് ഓർത്തുവെക്കുക. പിന്നെയുള്ളതാണ് ലെപ്രസി. ലെപ്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഷ്ഠാണ്. ഇപ്പൊ നമ്മളെ ഇടയിൽ അങ്ങനെ കാണുന്ന ഒരു രോഗമല്ല, മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെ വളരെയധികം കുറവാണ് നമ്മുടെ ഇടയിലൊക്കെ. അപ്പൊ ഈ ലെപ്രസി കോസ് ചെയ്യുന്ന രോഗാണു അല്ലെങ്കിൽ ബാക്ടീരിയയുടെ പേരാണ് മൈക്കോ ബാക്ടീരിയം ലെപ്രേ. ലെപ്രേ. അപ്പൊ നിങ്ങൾക്ക് ആ ഫെമിലാരിറ്റി മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അതൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഇപ്പൊ ലെപ്രസി ഉണ്ടാക്കുന്നത് മൈക്കോ ബാക്ടീരിയം ലെപ്രയാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ വേൾഡ് ലെപ്രസി ഡേ ആയിട്ട് ജനുവരി 30 ആഘോഷിക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് അറിവിനായിട്ട് എടുത്താൽ മതി. വേൾഡ് ലെപ്രസി ഡേ ആയിട്ട് ആചരിക്കുന്നത് ജനുവരി 30. പിന്നെയുള്ള രോഗമാണ് ടെറ്റനസ്. ടെറ്റനസ് നമുക്കറിയാം, TT എടുക്കാറുണ്ട്. ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ട് മുറിഞ്ഞൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ TT എടുക്കാറുണ്ട്. അത് നമ്മുടെ ഈ ടെറ്റനസ് രോഗത്തിന് എതിരായിട്ടാണ്. ഈ ടെറ്റനസ് ഉണ്ടാക്കുന്ന രോഗകാരിന്റെ പേരെന്താണ്? ക്ലോസ്ട്രീഡിയം ടെറ്റനി. നിങ്ങൾക്ക് അവിടെ പിക്ചേഴ്സ് കാണാൻ വേണ്ടി പറ്റും. ഈ ക്ലോസ്ട്രീഡിയം ടെറ്റനി കാരണം എന്തൊക്കെയാ സംഭവിക്കുക വെച്ചാൽ നമുക്കൊരു വലിഞ്ഞു മുറുകുന്ന ഒരു അവസ്ഥയുണ്ടാവുക. താഴെ നിങ്ങൾക്ക് ആ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മൊത്തത്തിൽ ശരീരങ്ങൾ ഒരു വലിഞ്ഞു മുറുകുന്ന ഒരു അവസ്ഥയുണ്ടാവും. വളരെയധികം വേദനയുള്ള ഒരു സിറ്റുവേഷനാണിത്. അപ്പൊ ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സിൻസ് എടുക്കുന്നത്. പിന്നെയുള്ളത് ന്യൂമോണിയ നമുക്കിപ്പം വളരെയധികം പരിചിതമാണ്. അതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഇതൊരു ബാക്ടീരിയൽ രോഗമാണ്. ഇത് നമ്മുടെ ശ്വാസകോശത്തെ, അതായത് ലങ്ങിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ഇപ്പൊ ന്യൂമോണിയ കോസ് ചെയ്യുന്നത് ബാക്ടീരിയയാണ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്നുള്ള ബാക്ടീരിയയാണ്. അത് നമ്മുടെ ലങ്ങിനെയാണ് എഫക്ട് ചെയ്യാന്നും കൂടെ ഒന്ന് ഓർത്തു വെക്കുക. പിന്നെയുള്ളത് വൂപ്പിംഗ് കഫാണ്. അതാണ് വില്ലൻ ചുമ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇത് വേറൊരു രീതിയിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. പെർട്ടൂസിസ് എന്ന് പറയുന്ന രോഗമായിട്ട് അറിയപ്പെടുന്നത് വൂപ്പിംഗ് കഫ് തന്നെയാണ്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. ഇത് കോസ് ചെയ്യുന്നത് ബോർഡിറ്റല്ലെ പെർട്ടൂസിസ് എന്ന് പറയുന്ന ഒരു രോഗകാരിയാണ്. ഇതൊരു ബാക്ടീരിയൽ രോഗമാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ക്ഷയത്തിലാണ് തുടങ്ങിയത്. ക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂബർകുലോസിസ്, TB, അതിന്റെ ഇമ്പോർട്ടൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത് ഏത് രോഗകാരി മൂലം ഉണ്ടാകുന്ന
രോഗമാണെന്ന് പറഞ്ഞു. ട്യൂബർകുലോസിസ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇതെങ്ങനെയാണ് പകരുക എന്ന് പറഞ്ഞു. ഇത് ഏത് ഭാഗത്തെയാണ് ബാധിക്കുക എന്ന് പറഞ്ഞു. ഇതിന്റെ ചികിത്സാ സംവിധാനത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള വാക്സിൻ BCG ആണെന്ന് നമ്മൾ പറയുകയുണ്ടായി. ഇതേപോലെ തന്നെയാണ് 24 മാർച്ച് നമ്മൾ വേൾഡ് ട്യൂബർകുലോസിസ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. പിന്നെയുള്ളത് കോളറ, കുറച്ച് ബാക്ടീരിയ രോഗത്തെക്കുറിച്ച് 1-2 പോയിന്റ്സുകൾ, മെയിൻ ആയിട്ടുള്ള 2-3 പോയിന്റ്സുകൾ മാത്രം പറഞ്ഞിട്ടുണ്ട്. കോളറ ആരാണ് കോസ് ചെയ്യുന്നേ പറഞ്ഞു, എന്തൊക്കെയാണ് അതിന്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു, ഇതെങ്ങനെയാണ് പകരുന്നതെന്ന് നമ്മൾ മുന്നേ ക്ലാസ് പഠിച്ചു തന്നെയാണ്, അതൊന്നും കൂടി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളത് ടൈഫോയിഡിനെ കുറിച്ച്, അതിൽ വൈഡൽ ടെസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഇതിന്റെ ഏത് ബാക്ടീരിയ മൂലമാണ് ടൈഫോയിഡ് കോസ് ചെയ്യുന്നത് എന്ന് പഠിച്ചു. പിന്നെ ഇതെങ്ങനെയാണ് മറ്റൊരാളിലേക്ക് പകരുന്നത് എന്ന് പഠിച്ചു. പിന്നെ ലെപ്രസി, വേൾഡ് ലെപ്രസി ഡേ ജനുവരി 30 ഓർത്ത് വെക്കാം. ഏത് രോഗകാരി മൂലമാണ് ലെപ്രസി ഉണ്ടാകുന്നതെന്ന് പഠിച്ചു. പിന്നീട് ടെറ്റനസിന്റെ കാര്യം പഠിച്ചു, ക്ലോസ്ട്രീഡിയം ടെറ്റന് വഴിയാണ് ഉണ്ടാകുന്നതെന്ന് പഠിച്ചു. പിന്നീട് നമ്മൾ ന്യൂമോണിയനെ കുറിച്ചാണ് പഠിച്ചത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് വൂപ്പിംഗ് കഫിനെ കുറിച്ചാണ് പഠിച്ചത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, PSCയിൽ വളരെയധികം റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതില്. ഒന്ന്, അതിലെ ഡോട്ട് ചികിത്സയെ കുറിച്ചാണ്. പിന്നീട് ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഏത്, അല്ലെങ്കിൽ ബാക്ടീരിയ കാരണമല്ലാതെ ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഏത് എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ക്ഷയരോഗത്തിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ക്ഷയം അല്ലെങ്കിൽ ട്യൂബർകുലോസിസിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളൊന്ന് കാര്യമായിട്ട് തന്നെ പഠിക്കണം. അപ്പൊ ഞാൻ PSCയിൽ ചോദിച്ച ഒരു 8ഓളം ക്വസ്റ്റ്യൻസുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിന്റെയും ഈ ക്ലാസ്സിന്റെയും കൂടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ക്ലാസ്സുകൾ ഇത് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ ചോദ്യങ്ങളുടെ ഉത്തരം താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ് വരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.